ഉറങ്ങുന്നതിന് മുൻപ് 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ ഉറങ്ങരുത്. 5 കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ ഉറക്കം നിങ്ങൾക്ക് സന്തോഷത്തിലാക്കാം. നിങ്ങൾ വിജയമുള്ള ഉറക്കം ഉറങ്ങിയവരായി മാറും. ഒന്നാമത്തെ കാര്യം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവാണ് നിങ്ങൾ കൂടെ ഉണ്ടാവുക. ഒന്നാമത്തെ കാര്യം, ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ വിരിപ്പിലേക്ക് പോകുമ്പോൾ വുളൂഅ് ചെയ്ത് പോകണം. അത് നിങ്ങൾ എല്ലാ ദിവസവും കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുന്ന ഒരു അമലാക്കി മാറ്റണം. എന്തുകൊണ്ടാണെന്നറിയാം, നിങ്ങൾ ആ വുളൂഇന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ ആ സാധാരണ ഒരു വുളൂ എടുത്താൽ നമ്മൾ ഉറങ്ങിയാൽ മുറിയുമല്ലോ. എന്നാൽ ഈ വുളൂ ഉറങ്ങിയാൽ മുറിയില്ല. ഇത് നമ്മൾ എപ്പോഴാണോ ഉണരുന്നത് അതുവരെ ആ വുളൂ ഉണ്ടാകും. നമ്മൾ ആ ഉറക്കത്തിലെങ്ങാനും മരിച്ചാൽ വുളൂഓടുകൂടി മരിക്കുന്നു എന്ന വലിയ നേട്ടം നമുക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഒന്ന് വുളൂ എടുക്കണം. രണ്ടാമത്തെ നിങ്ങൾ വിരിപ്പിലേക്ക് ചെല്ലുമ്പോൾ ആ വിരിപ്പിനെ നിങ്ങൾ 3 തവണ കുടയണം. മുത്തുനബി പഠിപ്പിച്ചതാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടാകും. വളരെ പ്രധാനമായി ഇഴജന്തുക്കൾ പോലെയുള്ളതിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടും. ഇനി അപ്പോൾ നമ്മൾ വുളൂ ചെയ്തു, വിരിപ്പൊക്കെ കുടഞ്ഞു. ഇനി മൂന്നാമത്തത്, നമ്മൾ ചെന്നിരുന്നാൽ ആയത്തുൽ കുർസി, ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി, അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ 33 ഒക്കെ ഓതി ചൊല്ലി. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ചൊല്ലാനുള്ള, അതൊന്നും വിശദീകരിക്കുന്നില്ല. അതൊക്കെ ചൊല്ലണം. എന്നിട്ട് വലത് ഭാഗത്തേക്ക് ചിരിഞ്ഞ് നമ്മൾ കിടക്കണം. കിടത്തത്തിൻ്റെ രൂപം ഞാൻ പറയുന്നില്ല, പല രൂപത്തിൽ നമുക്ക് കിടക്കാൻ പറ്റും. ആ രൂപങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഒരു കാര്യം, അഞ്ചാമത്തെ ശ്രദ്ധിക്കേണ്ടത്, കമിഴ്ന്ന് കിടന്ന് ഒരിക്കലും ഉറങ്ങരുത്. കാരണം മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്, അത് നരകാവകാശികളുടെ കിടത്തമാണ് എന്ന്. നമ്മൾ ആ കിടത്തം കിടക്കണോ? നരകത്തിലെ അവകാശികളുടെ കിടത്തം വേണ്ടല്ലോ. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് നല്ല സന്തോഷത്തോടു കൂടി ഉറങ്ങി നല്ല റാഹത്തുള്ള ഉറക്കം ലഭിക്കും. അങ്ങനെ സന്തോഷത്തോടു കൂടി എഴുന്നേൽക്കാൻ കഴിയും. അള്ളാഹു നമുക്കൊക്കെ വലിയ സന്തോഷമുള്ളവരിൽ ഉൾപ്പെടുത്തട്ടെ. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അള്ളാഹു നീക്കി തരട്ടെ. ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ വിഷമം പറഞ്ഞു, ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.